അൽത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദിയിൽ. അൽത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ യേശു സ്വീകാര്യതയെക്കുറിച്ച്, തുറവിയെക്കുറിച്ച് നമുക്ക് വളരെ ബലപ്പെട്ട വിശ്വാസത്തിൻ്റെ പാഠമായിട്ട് നൽകുകയാണ്. ഒരു കുഞ്ഞിനെ ചാരെ വിളിച്ചു നിർത്തി ശിഷ്യന്മാരോടായി അവിടുന്ന് പറയുകയാണ്, ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവർ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഒരു കുഞ്ഞിനെ അവിടുന്ന് ഒരടയാളമായിട്ട് മുന്നിൽ നിർത്തുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൻ്റെ തുറവിയെക്കുറിച്ചാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ തുറവി അത് തികച്ചും നിഷ്കളങ്കവും ഉദാത്തവുമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചുറ്റുമുള്ളതിനോട് സ്വീകാര്യതയോടുകൂടെ സംവദിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. കാണുകയും നിരീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു വൈമുഖ്യവും ഇല്ല. പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുക. ആ ഒരു സ്വീകാര്യതയെ അടിസ്ഥാനമാക്കിയിട്ട് അവിടുന്ന് ഒരു പാഠം കൂടെ നൽകുന്നുണ്ട്. ഹൃദയത്തിൻ്റെ തുറവിയെക്കുറിച്ച് തന്നെ അവിടുന്ന് വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എതിരല്ലാത്തവർ നിങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ്, നിങ്ങൾക്ക് സ്വീകാര്യരാണ് എന്ന്. ശിഷ്യന്മാരോട് ഇത് പറയുന്നതിനുള്ള ഒരു സാഹചര്യം അവിടുന്ന് മുൻപിൽ വയ്ക്കുന്നത്, ശിഷ്യന്മാർ പ്രത്യേകിച്ച് യോഹന്നാൻ തങ്ങളുടേതുപോലെ തന്നെയുള്ള വേലയിൽ വ്യാപൃതനായ തങ്ങളുടെ ഗണത്തിന് പുറത്തുള്ള ഒരാളെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് അവിടുന്ന് പറയുന്നു, അവൻ നിങ്ങൾക്കെതിരല്ല എങ്കിൽ നിങ്ങൾക്കുള്ളവനാണ് അവൻ എന്ന്. ഇത്തരത്തിലുള്ള സ്വീകാര്യത ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ക്രിസ്തീയവും വിശ്വാസനിർഭരവുമായ ജീവിതത്തിൽ ഇത്തരമൊരു തുറവി നമുക്ക് ആവശ്യമാണ്. നന്മ എവിടെ കണ്ടാലും അത് സ്വീകരിക്കുവാൻ, അതിന് നിറങ്ങളോ നിറഭേദങ്ങളോ ജാതി തിരിവുകളോ ഒന്നും കൽപ്പിച്ചു വയ്ക്കാതെ നന്മയെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാനായിട്ടുള്ളൊരു തുറന്ന മനസ്സ്, തുറന്ന ഹൃദയം നമുക്ക് ഉണ്ടാവണം എന്നവിടുന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഈ ഒരു പാഠം ഹൃദയം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യമായി അർപ്പിക്കുന്നതിനായി അവിടുത്തെ മുൻപിൽ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ അയക്കപ്പെട്ട കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. പാപികളെ വിളിക്കുവാനാഗതനായ ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ
പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിപൂർണമായി മാപ്പ് നൽകുന്നതിലും കരുണ കാണിക്കുന്നതിലുമാണല്ലോ അങ്ങേ ശക്തി മാഹാത്മ്യം അങ്ങ് പ്രകടമാക്കുന്നത്. ഞങ്ങളുടെ മേൽ അങ്ങേ കൃപ വർദ്ധമാനമാക്കുമാറാകണമേ. അങ്ങനെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഓടിയണഞ്ഞ് സ്വർഗീയ നന്മകളിൽ പങ്കാളിയാകുവാൻ ഇടയാക്കുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോട് കൂടെ വന്നു. കർത്താവ് സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്നവൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലുമുണ്ടോ? സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദൂഷിക്കുന്നത് കാണാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. ഒരു ദിവസം ജോബിൻ്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭൃത്യൻ ജോബിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു. കഴുതകൾ സമീപത്തു തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശേബാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചു കൊണ്ടുപോയി. ഞാൻ മാത്രമേ അങ്ങയോട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്ന് അറിയിച്ചു, കൽദായർ 3 കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചു, ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. ഇതറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അവൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു വന്ന് പറഞ്ഞു, നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി. ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു. ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി, ശിരസ് മുണ്ഡനം ചെയ്തു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമരുളും.
ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. കർത്താവേ, എൻ്റെ ന്യായം കേൾക്കണമേ. എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ. അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് ചെവിചായ്ച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. തൻ്റെ വലത്ത് കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. അല്ലേലൂയ, അല്ലേലൂയ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി നൽകാനും അത്രേ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അധ്യായം 9, 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ശിഷ്യന്മാർ തമ്മിൽ തങ്ങളിൽ വലിയവനാരാണെന്ന് തർക്കിച്ചു. അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി അവരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അൽത്താരയിൽ ആത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. അൽത്താരയിൽ ആത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃത്തും. ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃത്തും. എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായി ഏകാൻ. എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായി ഏകാൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ അർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുന്നതിനും അതുവഴി സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം ഞങ്ങൾക്കായി തുറക്കപ്പെടുന്നതിനും ഇടയാക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭക്തിപൂർവം നിലകൊള്ളുന്നു, ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയായി ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ
അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ.
അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളത്തിന് അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സ്നേഹപൂർവ്വം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ എഴുന്നള്ളി വരുവാൻ വേണ്ടത് എനിക്കില്ല. അങ്ങ് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരിച്ചറിവും തെറ്റത്ത് എന്നെ നിത്യജീവിതത്തിലായി സംരക്ഷിക്കട്ടെ. ദിവ്യകാരുണ്യമേ, എൻ്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ. സ്നേഹകൂദാശയാ തീർന്നോരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. അരൂപിയിലുള്ള ദിവികാരനെ പ്രാർത്ഥന ചൊല്ലാം.
എൻ്റെ യേശുവേ, എന്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുന്നു. എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തണമേ. ഒരിക്കലും അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിന്റെയും ശരീരത്തിന്റെയും നവീകരണമാകട്ടെ. അങ്ങനെ അവിടുത്തെ മരണം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾ അവിടുത്തെ മഹത്വത്തിൽ കൂട്ടവകാശികളായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധാത്മാവേ, നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. വേദനിക്കുന്ന മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച കർമ്മയോഗിയായ തിയോഫിനച്ചനെ ഞങ്ങൾക്ക് നൽകിയ സർവേശ്വര, അങ്ങെന്ന് വാഴ്ത്തപ്പെടട്ടെ. പീഠത്തിന്മേൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ പ്രകാശം പരത്തിയും പാറപ്പുറത്ത് പണിതുയർത്തിയ ഭവനം പോലെ സകലർക്കും വെളിപ്പെട്ടുമുള്ള തിയോഫിനച്ചൻ്റെ സുഗതി ജീവിതം, ദൈവമേ, അങ്ങ് ഭൂമിക്ക് സമ്മാനിച്ച മനോഹരമായ വെളിപ്പെടുത്തലാണ് ഞങ്ങൾ അറിയുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിതമൊരു സഹനബലിയാക്കി തീർത്ത് അനിതര സാധാരണമായ നന്മകൾ കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വിനീത ശിഷ്യനായി മാറിയ ദേവദാസൻ്റെ സവിധി ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു. ദേവദാസൻ്റെ സാന്നിധ്യമുറങ്ങുന്ന ഈ പുണ്യസമാധിയിൽ നാനാവിധ ദുഃഖങ്ങളാൽ ഹൃദയം തകർന്നടഞ്ഞിരിക്കുന്ന പ്രിയ മക്കളെ തൃക്കൺ പാർക്കണമേ. അവിടെ സങ്കടങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും അകറ്റുവാൻ പുനരുന്നിലെ പുണ്യമായ ദേവദാസൻ തിയോഫിനച്ചനെ ഞങ്ങളുടെ മധ്യസ്ഥതയ്ക്ക് യോഗ്യനാക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആലപിക്കാം. പ്രാർത്ഥന കേൾക്കണമേ,
യാചന കേൾക്കണമേ. രണ്ടാം ക്രിസ്തു എന്ന നിലയിൽ ലോകം ആദരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പാത പിന്തുടർന്ന് ഒരു കപ്പൂച്ചിൻ വൈദിക സന്യാസിയായി ജീവിച്ച് മാനവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ തിയോഫനച്ച, കാലവും തലമുറകളും ഒത്തിരി കടന്നുപോയിട്ടും ഞങ്ങൾ ആദരപൂർവ്വം അങ്ങേ ഓർമ്മിക്കുന്നു. അങ്ങ് വേഗം വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന് കത്തോലിക്ക തിരുസഭയ്ക്കും ഭാരതസഭയ്ക്കും അഭിമാനമാകുവാനും ഞങ്ങൾക്കെന്നും ആശ്വാസമുഴുന്ന മധ്യസ്ഥനാകുവാനും ഇടവരുത്തണമെന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കർത്താവേ, എൻ യാചന കേൾക്കണമേ. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ നവീകരിക്കുവാൻ പൊന്നുരുന്നിയിലും മറ്റ് പ്രദേശങ്ങളിലും ഭവന സന്ദർശനങ്ങളിലൂടെ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ദേവദാസൻ തിയോഫനച്ച, അങ്ങയുടെ വിശുദ്ധി വഴി ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുറ്റവും കുറവും പരിഹരിച്ച് വേണ്ടത്ര ആത്മീയ ഉണർവും ഉത്തേജനവും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കർത്താവേ, എൻ യാചന കേൾക്കണമേ. കുഞ്ഞുങ്ങളുടെ ആത്മീയ വാത്സല്യം പ്രകടിപ്പിച്ച തിയോഫനച്ച, ഇവിടെ സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും നന്മയിലും പരസ്പര സ്നേഹത്തിലും വളരുവാനും അവർക്ക് ഉയർന്ന പഠന വിജയവും നിർമ്മാർന്ന ഭാവി ജീവിതവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കർത്താവേ, എൻ യാചന കേൾക്കണമേ. ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെയും പിശാചിൻ്റെയും പ്രലോഭനങ്ങൾക്കെതിരെ ഇന്ദ്രിയ നിഹങ്ങളിലൂടെയും ആശടക്കത്തിലൂടെയും വധനിഷ്ഠമായ സന്യാസ സമർപ്പണം നയിച്ച തിയോഫനച്ച, അങ്ങയുടെ ജീവിത വിശുദ്ധി വഴി ഞങ്ങൾക്കും ആത്മപരീക്ഷണങ്ങൾ അതിജീവിക്കുവാൻ കരുത്തേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കർത്താവേ, എൻ യാചന കേൾക്കണമേ. വ്യക്തിപരമായ ആകുലതകളും രോഗങ്ങളും പാടെ തിരസ്കരിച്ച് ഇടവേളകളില്ലാതെ കർമ്മനെതിരായി ജീവിച്ച തിയോഫനച്ച, രോഗികളായവർക്കും വേദന അനുഭവിക്കുന്നവർക്കും ആശ്വാസമുള്ളടമേ. ഏതൊരു സഹനവും മധുരമായി സ്വീകരിക്കുവാൻ പഠിപ്പിച്ച അങ്ങയുടെ ജീവിത മാതൃക അനുകരിച്ച് അവരും അവരുടെ പരിതാപകരമായ സാഹചര്യങ്ങളെ ദൈവിഷ്ടത്തിൽ സമർപ്പിക്കുവാൻ കൃപയള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കർത്താവേ, എൻ യാചന കേൾക്കണമേ. കൈകളിൽ ഉയർത്തിപ്പിടിച്ച കുരിശും തലയോടുമായി നിന്നുകൊണ്ട് മരണത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ധ്യാന പ്രസംഗനായി തിയോഫനച്ച, ക്ഷണഭങ്കുരമായ ലോകസുഖ മോഹങ്ങൾക്കപ്പുറത്ത് നിത്യതയെ ആഗ്രഹിക്കുന്നവരാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കർത്താവേ, എൻ യാചന കേൾക്കണമേ. പ്രത്യേകമായി നമ്മുടെ വ്യക്തിപരമായ അപേക്ഷകളും യാചനകളും ഈ നിമിഷം ദേവദാസൻ തിയോഫനച്ചൻ്റെ മധ്യസ്ഥകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊറോണ രോഗം വ്യാപിച്ചു കൊണ്ടിരിക്കുക, അതിൻ്റെ ദുരന്തങ്ങൾ ഒരുപാട് പേരെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചകളിൽ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള ചില വ്യക്തികളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ജെസ്സി എന്നൊരമ്മ
സ്വന്തം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലണ്ടനിൽ നേഴ്സ് ജോലിയായിട്ട് മോൾ പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുക. ഒരു പരീക്ഷയുണ്ട്, അതിൽ ഉന്നത വിജയം നേടുവാനായിട്ട്. അമ്മയുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്കിപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു മകൾ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ അമ്മയുടെ ജോലി നഷ്ടപ്പെട്ടു. ഓഫീസർ സാലറി പോലും കൊടുത്തിട്ടില്ല. ഉചിതമായ സാലറി ലഭിക്കുവാനും മറ്റൊരു ജോലി സ്വന്തമാക്കുവാനും ഈ അമ്മയെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏലീശോ സ്വർണ്ണ, കാക്കനാട് പള്ളിക്കരയിൽ 4 സെൻറ്റ് ഭൂമിയുണ്ട്. അവിടെ ഒരു പഴയൊരു വീടുണ്ടായിരുന്നു. 2 വർഷം മുമ്പുണ്ടായ പ്രളയത്തിൽ ആ വീട് നഷ്ടപ്പെട്ടു. പുതിയൊരു വീടിന് വേണ്ടി ഗവൺമെൻറ് സഹായം യാചിച്ചിട്ടുണ്ട്. 4 ലക്ഷത്തോളം രൂപ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന പ്രത്യേകമായിട്ട് ആ അമ്മയുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. ഡോളി വയറിൽ അസുഖം സുഖപ്പെടുവാൻ വേണ്ടിയാണ്. ഈ സഹോദരൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് നമുക്ക് യാചിക്കാം. വയറ്റിലുള്ള സൂസൻ, അമ്മയുടെ ഡയാലിസിസ് പൂർത്തിയാകുവാനും കിഡ്നി രോഗത്തിന് ശമനമുണ്ടാകുവാൻ വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനയോടൊപ്പം ഇന്നത്തെ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനായ ജോയ്സൺ അച്ഛന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മനോഹരമായ ഗാനരൂപത്തിലുള്ള അതിവിപുലിലൂടെ ദൈവത്തിൻ്റെ കൃപകൾ നമുക്ക് വർഷിക്കപ്പെട്ടു. അച്ഛൻ്റെ ജീവിതത്തിലും അനുഗ്രഹമുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ, സന്യാസ ജീവിതത്തിലൂടെ അനേകർ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകൾ ശ്രവിച്ച് അങ്ങ് അനുഗ്രഹത്താൽ അനേർക്ക് നന്മ ചെയ്ത് കടന്നുപോയ ദൈവദാസനായ തിയോഫിനച്ചൻ്റെ സുഗത ജീവിതം ഓർത്ത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യ നിന്നുകൊണ്ട് അനേകായിരങ്ങൾക്ക് അനുഗ്രഹം കാരണമാകുന്ന പൊന്നുനിലെ പുണ്യമായ തിയോഫിനച്ച, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ഓർമ്മിക്കുന്നു. ത്യാഗത്തിൻ്റെയും മാനവസ്നേഹത്തിൻ്റെയും പാതയിൽ സഞ്ചരിച്ച് ഈശ്വരമായ ഭൂമിയെ മനോഹര കർമ്മങ്ങളാൽ സമ്പന്നമാക്കിയ അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും സേവിച്ചും കടന്നുപോയ ഞങ്ങളുടെ വിശുദ്ധ പാതയെ ഞങ്ങളും അനുകരിക്കുന്നു. കാവ്യവസ്ത്രം ധരിച്ചും അരയിൽ കനത്ത ചരട് കെട്ടിയും സർവ്വസംഘ പരിത്യാഗിയായി ഞങ്ങൾക്കിടയിൽ ജീവിച്ച മനസ്സ്നേഹിയായ അങ്ങയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദേവദാസൻ തിയോഫിനച്ചൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചവർക്ക് നിയോഗസാധ്യങ്ങൾ നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം.
സ്തുതികളേകിടാം നല്ലവനാം ദൈവത്തിന് സ്തുതികളേകിടാം. ദേവദാസൻ തിയോഫനച്ചനിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ നമുക്ക് കൃതജ്ഞതയോർക്കാം. ഏതാനും ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. എനിക്ക് മുറിയിൽ കയറി കഴിയുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത അസ്വസ്ഥതയായിരുന്നു. ശ്വാസം മുട്ടുന്നത് പോലൊരു തോന്നൽ. മാസത്തിലൊരിക്കലെങ്കിലും എൻ്റെ മോണ നീര് വന്ന് വീർക്കും. വേദന സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമാണ്. ഭക്ഷണം കഴിക്കാനാവാത്ത അവസ്ഥ. ഈ രോഗം മാറുവാൻ വേണ്ടി പല ഡോക്ടറെയും കണ്ടു, പലവിധ മരുന്നുകളും ഉപയോഗിച്ചു. ഒരിക്കലും മരുന്ന് വാങ്ങി പോരുന്ന വഴിക്ക് പെട്ടെന്ന് തോന്നി ആശ്രമ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിച്ചു. തിയോഫനച്ചനോട് യാചിച്ചു, എൻ്റെ ഈ വേദന എടുത്ത് മാറ്റണമേ എന്ന്. അതിനുശേഷം വേദന പതിയെ പതിയെ കുറഞ്ഞു വന്ന് ഇതുവരെ ആ വേദന എനിക്കുണ്ടായിട്ടില്ല. ഇത് തിയോഫനച്ചൻ്റെ മധ്യസഹായമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മിനി. ഞാനും ഭാര്യയും കൂടി ഒരു ആശുപത്രിയിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു, ഡോക്ടറിന് കോവിഡ് രോഗമാണെന്ന്. അത് കേട്ടത് മുതൽ ഞങ്ങൾക്ക് അസ്വസ്ഥതയായി, ഞങ്ങൾക്കും ഉണ്ടാകുമെന്ന ഭയമായി. ഹെൽത്ത് സെൻ്ററിൽ നിന്നും ഇൻഫർമേഷൻ വന്ന് നിങ്ങൾ വീട് വിട്ട് പോകരുത്, 14 ദിവസം വീട്ടിൽ തന്നെ ആയിരിക്കണമെന്ന്. അനുസരിച്ചു. അപ്പോഴേക്ക് തിയോഫനച്ചനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു രോഗമുണ്ടാകലേ എന്ന്. 2 ആഴ്ച കഴിഞ്ഞിപ്പോൾ 2 മാസമായി. ഇതുവരെ ഞങ്ങൾക്ക് യാതൊരുവിധ രോഗലക്ഷണവുമില്ല. തിയോഫനച്ചൻ അനുഗ്രഹം തന്നെ എന്ന് ചിറ്റൂരിൽ നിന്നും രാജു. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ ആഴ്ച പങ്കുവെച്ചൊരനുഭവം. ഒരു യാക്കോബേറ്റ് വിശ്വാസി ബിനോയ് കുറുമറ്റത്തിൽ. അദ്ദേഹം വിശുദ്ധ പാതിരി പിയോയുടെ വീഡിയോ കണ്ടിട്ടാണ് ഫ്രാൻസിസ്കൻ സഭയെക്കുറിച്ച് അറിഞ്ഞത്, വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് മനസ്സിലാക്കിയത്, പിന്നെ ഈ കപ്പുച്ചിൻ ആശ്രമത്തിലേക്ക് വന്നത്. ആദ്യം വെറും 10 മിനിറ്റ് മാത്രമേ സമാധിന് മുമ്പിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയുള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ അനുഭവം കൂടിക്കൂടി വന്നതുകൊണ്ട് 1 മണിക്കൂറോളം കല്ലറയ്ക്ക് മുമ്പിൽ മുട്ടുമെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ കഴിഞ്ഞ ആഴ്ച എന്നെ ഫോണിൽ വിളിച്ചു. മറ്റൊരു അത്ഭുത കഥ എന്നോട് പങ്കുവെച്ചു. അദ്ദേഹം കാക്കനാട് ജോൺസൺ എന്നറിയപ്പെടുന്ന ഒരാളുടെ രോഗങ്ങൾ ശുശ്രൂഷിക്കുന്ന സഹായിക്കുന്ന ഒരു മെയിൽ നേഴ്സാണ്. എല്ലാ ദിവസവും കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഡ്യൂട്ടിയുണ്ട്. ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് എല്ലാം തിരിച്ചു പോകുന്ന സമയത്തൊക്കെയാണ് സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ ജോൺസൺ എന്ന സഹോദരൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലുകൾ വരാൻ ആരംഭിച്ചു കഴിഞ്ഞ 6 മാസം മുമ്പ്. അത് കൂടിക്കൂടി വന്നു. അയാൾ മാന്തുന്നതോടെ ശരീരം മുഴുവൻ മുറിവുകളായി. ഈ രോഗം മാറാൻ നേഴ്സ് എന്ന നിലയിൽ അയാൾ പല ഡോക്ടറെയും സമീപിച്ചു. ഈ ജോൺസണുമായിട്ട് എറണാകുളത്ത് തന്നെയുള്ള വളരെ ഫേമസ് ആയ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു കുടുംബ ഡോക്ടറെ കണ്ടു. അങ്ങനെ 3ഓളം ഹോസ്പിറ്റലിലും പലവിധ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. എന്നാൽ ചൊറിച്ചിൽ മാറുന്നില്ല. ഈ മുറിവുകൾ കൂടിക്കൂടി വരുന്നു. ബിനോയ്ക്ക് എന്തെന്നില്ലാത്തൊരു കുറ്റബോധം, താൻ നേഴ്സ് എന്ന നിലയിൽ നല്ലൊരു സഹായം ചെയ്യുന്നില്ലല്ലോ എന്ന്. ഈ ജോൺസൻ്റെ വൈഫ് ഒരു ദിവസം പറഞ്ഞു സങ്കടത്തോടെ, പല ഡോക്ടറെയും കണ്ടല്ലോ, പല മരുന്നുകൾ ഉപയോഗിച്ചല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് സമരമില്ലാത്തത്? അത് പറഞ്ഞതൊരു വെള്ളിയാഴ്ചയാണ്. ബിനോയെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളിയാഴ്ചകളിലൊക്കെ പൂർണ്ണ ഉപവാസ ദിവസം. ഈ അമ്മ പറഞ്ഞ വാക്കുമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ പോകുന്നതിന് മുമ്പ് സമാധിയിൽ വന്നു. കല്ലറയുടെ മുമ്പിൽ മുട്ടിമെന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത് താൻ ശുശ്രൂഷിക്കുന്ന ജോൺസൺ ചേട്ടന് സമർപ്പിച്ച 6 മാസമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്ന സഹോദരന തിയോഫനച്ച അനുഗ്രഹിക്കണമേ, ഈ അമ്മയുടെ കണ്ണുനീര് കാണണമേ. ഉപവാസ ദിവസമായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് എന്തെന്നില്ലാത്ത തീഷ്ണതയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ ബിനോയുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീര് ആ മാർബിത്തറയിൽ വീണിട്ടുണ്ട്. പ്രാർത്ഥിച്ചു. 1 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അയാൾ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് ഈ ജോൺസൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. എന്തൊക്കെയോ കുറവുകളുടെ ലക്ഷണം കണ്ടു തുടങ്ങി.
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ചൊറിച്ചിലുകൾ മാറി. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ മാന്തി ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്ന ഭാഗമൊക്കെ മാറിയിരിക്കുന്നു. പുതിയ സ്കിൻ കാണുന്നത് പോലെ മിനുസമുള്ള സ്കില്ല്. തീർച്ചയായിട്ടും ഇത് തിയോഫിനച്ചിൻ്റെ ഇടപെടൽ തന്നെയാണെന്നാണ് ബിനോയ് പറഞ്ഞത്. മറ്റൊരു അനുഭവം കൂടി ബിനോയ് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, എൽദോസ് എന്ന പേര്. ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉള്ള ഒരു കൊച്ച. അതുകൊണ്ട് തന്നെ പറയുന്നൊന്നും അനുസരിക്കില്ല, വല്ലാത്ത പിടിവാശിയാണ്, എപ്പോഴും കലഹിക്കും കോപിക്കും, വീട്ടിലെപ്പോഴും പ്രശ്നവും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചതോടുകൂടി തൻ്റെ മകനും എന്തെന്നില്ലാത്തൊരു മാറ്റം. അവൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് ദൈവചൈതന്യത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം ഈ ബിനോയ് പറയുന്നത് ഇവിടെ സമാധിയിൽ നിന്നുള്ള സ്റ്റോളിൽ നിന്നും ഒരു മാതാവിൻ്റെ രൂപം കൊണ്ടുപോയെന്ന. കളിപ്പാട്ടത്തോടൊപ്പം മാതാവിൻ്റെ രൂപം കൊടുത്തു. ഇപ്പോൾ ആ കുഞ്ഞ് കളിപ്പാട്ടം കൂടെ കൊണ്ട് നടക്കുന്നില്ല, എപ്പോഴും കൊണ്ടേ നടക്കുന്നത് മാതാവിൻ്റെ രൂപം. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് ആ കുഞ്ഞ് പങ്കെടുക്കുന്നു, ഭക്തിയുണ്ട്. തീർച്ചയായിട്ടും ഈ ബിനോയിയുടെ അനുഭവം നമുക്ക് പ്രചോദനമാക്കാം. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേവദാസൻ തിയോഫിനച്ചിൻ്റെ മധ്യസഹായം നമുക്കും യാചിക്കാം. ആ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ദേവദാസൻ തിയോഫിനച്ചിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന നാമകരണ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ അനന്തവും അഗ്രാഹ്യവുമായ പരിപാലനയെ ഓർത്തുകൊണ്ട് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ വിശ്വസ്തദാസനായ തിയോഫിനച്ചൻ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ കാര്യസാധ്യത്തിനായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ തിയോഫിനച്ചന്റെ മഹത്വീകരണത്തിന് വേണ്ടി അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പാവപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും രോഗികളിലും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലും അങ്ങയെ ദർശിക്കുവാനും അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാനുമുള്ള ആഗ്രഹവും കഴിവും നൽകി തിയോഫിനച്ചനെ അനുഗ്രഹിച്ച അങ്ങ് ത്യാഗപൂർണവും സേവനനിരതവുമായ ജീവിതത്തിലൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എനിക്കും പ്രദാനം ചെയ്യണമേ. സ്നേഹസ്വരൂപനും എല്ലാ നന്മകളുടെയും ദാതാവുമായ ദൈവമേ, ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന തിരുവചനങ്ങളിൽ വിശ്വസിച്ചും പ്രത്യാശിച്ചും ഇതാ ഞാൻ അവിടുത്തെ പക്കൽ എന്നെ മുഴുവനായും സമർപ്പിക്കുന്നു. ഞാൻ യാചിക്കുന്ന ഈ സഹായം. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ അപേക്ഷകളും യാചനകളും ദേവദാസൻ തിയോഫിനച്ചൻ്റെ മധ്യസ്ഥ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ തിരുഹിതത്തിനും മഹത്വത്തിനും ഉതകും വിധം എനിക്ക് നൽകണമേ എന്ന് വിനയപൂർവം അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങോട്ട് ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ മേൽ ദൈവികാനുഗ്രഹങ്ങളുടെ വർഷം മാറി ഉണ്ടാകുവാൻ വേണ്ടി നമുക്കിപ്പോൾ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ശിരസ് നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പോകുന്ന വഴികളിലൊക്കെ ദൈവദാസൻ്റെ ആശീർവാദ കരങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാകണമേ. ദൈവദാസനായ തിയോഫിനച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവദാസനായ തിയോഫിനച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവദാസനായ തിയോഫിനച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവൻ നിങ്ങൾ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയുടെ കടാക്ഷി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമുക്കിപ്പോൾ ആരാധനയിലേക്ക് പ്രവേശിക്കാം. മോക്ഷകവാടം തുറക്കും രക്ഷകനാമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നമ്മെ കാത്തുപരിപാലിക്കുന്ന നമ്മുടെ തമ്പുരാൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ. സർവചരാചരങ്ങളുടെയും താതനായ നമ്മുടെ തമ്പുരാൻ്റെ മുൻപിൽ മറിയം ഈശോയുടെ കാൽ ചുവട്ടിലിരുന്നത് പോലെ, ഈശോയെ കേട്ടുകൊണ്ടിരുന്നത് പോലെ, യോഹന്നാൻ ഈശോയുടെ നെഞ്ചിൽ തലചായ്ച്ച് കിടന്നതുപോലെ നമുക്കും ഈശോയുടെ കൂടെയായിരിക്കാം. ഈശോയുടെയൊക്കെ സ്നേഹം, ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈശോയുടെ കൂടെയായിരിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കൂടെയായിരിക്കാം. ഒരു ചെറിയ കഥയുണ്ട്. ആ കഥയിൽ ഇങ്ങനെയാണ്. ഒരു കൊച്ചു കുഞ്ഞ്, അവൾ ഒരു ആമയെ വളർത്തി.
ആമയെ വളർത്തി 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ആമ ചത്തുപോയി. അവൾക്ക് ഒത്തിരി സങ്കടമായി. ഒത്തിരി സങ്കടത്തോടു കൂടി അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് ഒത്തിരി കരച്ചിലൊക്കെ കൂടിയപ്പോൾ അപ്പൻ ഇടപെട്ടു. അപ്പം വന്നിട്ട് പറഞ്ഞു, മോളെ, ഞാൻ വേറെ ഒരു ആമയെ വാങ്ങിച്ചു തരാം, വേറെ ഒരു ആമയെ പിടിച്ചു തരാം. പക്ഷെ അവൾ ആ കരച്ചിൽ നിർത്തുന്നില്ല, അവൾ കരച്ചിൽ നിർത്തുന്നേ ഇല്ല. അപ്പോഴപ്പം പറഞ്ഞു, മോളെ, നമുക്ക് ഒരു പണി ചെയ്യാം. ഈ ആമയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു സംസ്കാരം ഒരുക്കാം. നല്ല രീതിയിൽ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ ആമയെ നമുക്ക് സംസ്കരിക്കാം. ഇത് പറഞ്ഞപ്പോൾ അവൾ കൗതുകത്തോടുകൂടെ അപ്പനെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പം വീണ്ടും തുടർന്നു. അപ്പം പറഞ്ഞു, മോളെ, നമുക്ക് ഈ ആമയ്ക്ക് വേണ്ടിയിട്ട് ഒരു താജ്മഹലൊക്കെ പണിയാം, ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിതതുപോലെ. ഇത് കേട്ടപ്പോൾ അവൾ കരച്ചിൽ നിർത്തി. അപ്പോൾ കരച്ചിലൊക്കെ നിർത്തിയപ്പോൾ പൂക്കളൊക്കെ ശേഖരിക്കുവാനായിട്ട് അപ്പനുമായിട്ട് അവൾ ഇങ്ങനെ ചെല്ലുകയാണ്. എന്നിട്ട് പൂക്കളൊക്കെ ശേഖരിച്ച് ഒരു നല്ല കുഴിയൊക്കെ എടുത്ത് ആ കുഴിയിൽ ആമയെ വെച്ചു. അപ്പോഴാണ് കാണുന്നത് ആമയ്ക്ക് ജീവനുണ്ട്, ആമയ്ക്ക് ജീവനുണ്ട്. അപ്പോൾ അപ്പൻ അവളെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ, നിൻ്റെ ആമയ്ക്ക് ജീവനുണ്ട്. ആമ അത് ചലിക്കുന്നു, പക്ഷേ അവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. അപ്പൻ അവളുടെ മുഖത്ത് നോക്കിയിട്ട് പിന്നെയും പറഞ്ഞത്, നിൻ്റെ ആമയ്ക്ക് ജീവനുണ്ട്, എന്താ നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അപ്പോൾ അവൾ സങ്കടത്തോടുകൂടി പറയുക, എനിക്ക് പൂക്കളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടൊരു മൃതസംസ്കാരം നടത്തണം. എനിക്ക് വലിയൊരു താജ്മഹൽ പണിയണം. ശരിക്കും ഈ മോള്, ഈ കുഞ്ഞു കൊച്ച് ആ ആമയെ സ്നേഹിച്ചിരുന്നോ? ഇല്ല, സ്നേഹിച്ചിരുന്നില്ല. അവളുടെ തന്നെ ചില വികാരങ്ങളെയാണ് സ്നേഹിച്ചിരുന്നത്. അതിന് ഇതറിയുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം വേണ്ടി വന്നു. ഇതുപോലെയാ ഈ കാലഘട്ടത്തിൽ, ഈ പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ഇപ്പോൾ ചോദിക്കണം, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ഈശോയെയാണോ സ്നേഹിക്കുന്നത്, അതോ ഈശോ തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെയാണോ സ്നേഹിക്കുന്നത്? 2 കരങ്ങളിൽ എൻ്റെ ഈശോയെ വേണോ, അല്ലെങ്കിൽ ഈശോ തരുന്ന അനുഗ്രഹങ്ങളെ വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഈശോയെ സ്നേഹിക്കാൻ പറ്റുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്നലെ ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദോഹയിൽ നിന്നാണ് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് തുണയായിരുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എന്നിട്ട് ആ സങ്കടങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം കൂട്ടിച്ചേർത്തു. അവസാനം അവൾ പറഞ്ഞു, പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊന്നും, ഈ തടസ്സങ്ങളൊന്നും ക്രിസ്തുവിനോടുള്ള എൻ്റെ ആ സ്നേഹത്തിൽ നിന്നും ഒരു തരി പോലും കുറയാനായിട്ട് ഞാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഈശോയെ ഇപ്പോഴും സ്നേഹിക്കുന്നു, ഇന്ന് സ്നേഹിക്കും, എന്നും സ്നേഹിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ വചനമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ പ്രവാചകനൊക്കെ പ്രാർത്ഥിച്ചതുപോലെ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിലും, എന്തൊക്കെ പരീക്ഷണമുണ്ടെങ്കിലും, ഞാൻ എൻ്റെ കർത്താവിനെ വീണ്ടും പിന്നെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ പറയാൻ സാധിച്ചാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ പറയാൻ പറ്റും, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈശോയെ എങ്ങനെ സ്നേഹിക്കുന്നു അതിൻ്റെ അളവൊന്നും വെച്ചല്ല ഈശോ തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളിലേക്ക് ഒത്തിരി അനവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതും. നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന, നമ്മളെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോയുടെ മുൻപിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടുന്നവർ, ജോലിയുടെ കാര്യത്തിലായാലും ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ജീവിത
ജീവിതത്തിൽ സമാധാനമില്ലായ്മ, കടബാധ്യതകൾ, പിന്നെ രോഗങ്ങൾ, ഇങ്ങനെയുള്ള പല രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, സഹോദരങ്ങൾ, ഇവരുടെ ഒക്കെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അല്പസമയം കണ്ണുകളടച്ച് നമ്മളെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്കൊക്കെ ഈശോയുടെ കൃപകൾ ഒഴുകിയെത്തട്ടെ. ഈശോ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ഒക്കെ ശക്തിപ്പെടുത്തട്ടെ. കാറ്റായി വന്ന് അവരുടെയൊക്കെ ഹൃദയങ്ങളെ ചലിപ്പിക്കട്ടെ. കനലായി വന്ന് അവരുടെയൊക്കെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. ഈശോ ധൈര്യം പകരട്ടെ. ഈശോയുടെ ആ അനുഗ്രഹത്തിന് വേണ്ടി ഒരുങ്ങാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാഷ്ടാംഗം വീണുനാ ഏറ്റം മഹത്താമി ഉദാശേ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ വിശ്വാസ ദുർവിധി സ്വർഗത്തിൽ നിന്ന് അവക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാദം നിറഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വേദനിക്കും മനുഷ്യന്റെ തോളിൽ കൈയിട്ടുയർത്തിയ ദീപശിഖ, പുഞ്ചിരി തൻ ദീപശിഖ. കർമ്മയോഗി മനുഷ്യ സ്നേഹി തിയോഫിനച്ചനുയർത്തിയ ദീപശിഖ, ദീപശിഖ, ദീപശിഖ. തിയോഫിനച്ചനുയർത്തിയ ദീപശിഖ, ദീപശിഖ, ദീപശിഖ. തിയോഫിനച്ചനുയർത്തിയ ദീപശിഖ.